കണ്ണൂരിൻ്റെ വികാരമാണ് സുധാകരൻ. അതിന് തർക്കമൊന്നുമില്ല. അത് എല്ലാ കാലത്തും നമുക്ക് കണ്ണൂരിൻ്റെ ഒരു മുഴുവൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അല്ലാത്ത കളത്തിലും ഒക്കെ നോക്കിയാൽ കണ്ണൂരിൽ സുധാകരൻ അനിവാര്യനാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ MP ആയിരിക്കുന്ന ഒരു സുധാകരൻ ഇപ്പോൾ ഇവിടെ അത്യാവശ്യമാണോ കണ്ണൂർ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കണ്ണൂരിന് സുധാകരൻ ഇത്രത്തോളം ഉള്ളം കയ്യിലുള്ളിടത്ത് ഒരു നേതാവിനെ ഏതെങ്കിലും കണ്ണൂരിൽ സുധാകരൻ പറയുന്ന ഒരാളെ അവിടെ മത്സരിപ്പിച്ചാൽ അവിടെ കണ്ണൂർ പിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇത്രയും വേരോട്ടമുള്ള ഒരു നേതാവിന് ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ തയ്യാറായാൽ അയാൾ പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരുന്നു. ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ എന്താണ് കുഴപ്പം? അവിടെയാണ് പ്രശ്നം. അവിടെ അധികാരം എന്നുള്ളൊരു വിഷയം അതാണ് നിലനിൽക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നത്തിന് കാരണം എന്ന് തന്നെ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് സുധാകരൻ അവിടെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അദ്ദേഹം ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ആളാണ്. മന്ത്രിയായിരുന്ന ആളാണ്, MP ആയ ആളാണ്, KPCC പ്രസിഡൻ്റായിരുന്ന ആളാണ്, എല്ലാ ഘട്ടത്തിലൂടെ കടന്നു വന്നതാണ്. പക്ഷേ സുധാകരൻ അവിടെ ഈ ഘട്ടത്തിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ സുധാകരൻ പറയുന്ന ഒരാൾ അവിടെ മത്സരിപ്പിച്ചാൽ സുധാകരനോട് സുഗമമായി ജയിപ്പിച്ചെടുക്കാൻ, നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.